ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ നമ്മുടെ ഗ്യാസിൻ്റെ ബർണർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ഇടാനായിട്ട് പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ബർണർ ഏകദേശം ഈ ഒരു കളറിലായിട്ടുണ്ടാവും, കരിയെല്ലാം പിടിച്ചിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതും ജസ്റ്റ് ഒരു വിനാഗിരി മാത്രം യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ 2 ഗ്യാസ് ബർണേഴ്സും ഇറക്കി വെച്ചിട്ട് വിനാഗിരി ഒഴിച്ചിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലത്തെ ചെറിയ ബൗൾ എടുക്കുക. വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് വിനാഗിരി എല്ലാം വേസ്റ്റായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചെറിയ ബൗൾ അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ 2 ബർണേഴ്സും ആദ്യം തന്നെ ഒന്ന് ഇറക്കി വയ്ക്കാം. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുർക്കയാണ്. ഒരു കപ്പിൽ ആദ്യം തന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ വിനാഗിരി ഒഴിക്കുന്നത് അത്ര തന്നെ വെള്ളവും ഇതിലേക്ക് ചേർക്കണം. അപ്പോൾ അതിനനുസരിച്ച് ഒരു മെഷർമെൻറ്റ് കപ്പിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇനി അതിലേക്ക് അത്ര തന്നെ അളവിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ 2 ബർണറും അതിൽ മുങ്ങിക്കെടുക്കണം. ഇപ്പോൾ ഏകദേശം മുങ്ങാനുള്ള അത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. രാത്രിയെല്ലാം വെക്കുകയാണെങ്കിൽ രാവിലെ വരെയൊക്കെ വെക്കാം. അപ്പോൾ ഒരു 6 മണിക്കൂർ, ഏകദേശം മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഇതിപ്പം ഏകദേശം 6 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ച് കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. കയ്യിലേക്കെല്ലാം പെട്ടെന്ന് വരുന്നുണ്ട്, കണ്ടില്ലേ, ഇളകി വരുന്നുണ്ട്. ഇനി ഇതേപോലെയുള്ള ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ടൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം. എല്ലാ സൈഡും ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കിയെടുക്കാം. ബാക്ക് സൈഡിലും എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ചില സൈഡൊക്കെ നമുക്ക് സ്ക്രബ്ബർ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ബ്രഷ് എടുത്തേക്കാം. ഒരു ബ്രഷ് കൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. എല്ലാ സൈഡും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഒന്ന് കഴുകിയെടുക്കുക. ഗ്യാസ് ബർണർ ഇവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ബർണർ ഇതേപോലെയാണ് ക്ലീനായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇതൊരു പഴയ ഗ്യാസ് സ്റ്റൗ ആയിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ട് കരിയെല്ലാം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറേ ഭാഗങ്ങളൊന്നും പോയിട്ടില്ല, ഒരുപാട് കാലമായ ബർണർ ആയതുകൊണ്ടായിരിക്കും. എങ്കിലും ഇതേപോലെ നിന്ന കരി പുരണ്ട ബർണറാണ് ഇതേപോലെ ആയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ആ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഉണ്ട്. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.